ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ കർത്താവിന്റെ പവിത്ര നാമത്തിന് മുഴുമഹത്വവും എല്ലാ പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ബഹുമാന്യ ശ്രോതാക്കളെ എല്ലാം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. സ്നേഹവാരിധിയായ നല്ല കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ തിരുവചനത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശുശ്രൂഷ ഏറിയ പങ്കും നടന്നത് പലസ്തീനിലെ 5 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ്. ഒരിക്കൽ മാത്രമായി കർത്താവ് പലസ്തീൻ വിട്ടു പുറത്തു പോയത്. അത് താൻ പോയതല്ല, പൈതലായിരിക്കുമ്പോൾ മാതാപിതാക്കൾ കൊണ്ടുപോയതാണ്. ലോകത്തിന്റെ പ്രതീക്ഷയായി ക്രിസ്തു ജനിച്ചതറിഞ്ഞ് ഭരണാധികാരി ശിശുവിനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ദൈവം വിവരം തന്റെ ദൂതൻ മുഖാന്തരം യോസഫിനെ അറിയിക്കുകയും ദൈവകൽപ്പന പ്രകാരം അവര് പൈതലായ യേശുവിനെയും കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. എന്നാൽ ഇതും യാദർശികമല്ല കേട്ടോ, തിരുവെഴുത്തിൻ പ്രകാരം നടന്ന കാര്യമാണെന്ന് മത്തായി രേഖപ്പെടുത്തുന്നു. 2-ാം അധ്യായം 13 മുതൽ അതിന്റെ 15-ാം വാക്യം നോക്കൂ. എന്റെ മകനെ ഞാൻ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിരുന്ന വചനം നിവൃത്തിയാകാൻ സംഭവിച്ച കാര്യമാണ്. അതേ മക്കളെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കു പിന്നിലും ദൈവത്തിന്റെ മുൻനിർണയമുണ്ട്, കൃത്യമായ ദൈവിക ഉദ്ദേശമുണ്ട്. സ്തോത്രം. ദൈവപുത്രൻ ജഡത്തിൽ വന്നപ്പോൾ സമയം ചെലവഴിച്ച 5 സ്ഥലങ്ങൾ പ്രത്യേകം കൂറിക്കൊള്ളേണ്ടതാണ്. ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ? 1, അതേ ക്രിസ്തുവിന്റെ ജന്മസ്ഥലമാണ് ബേത്ലഹേം. 2-ാമത് അവിടുന്ന് അതേ വളർന്ന നസ്രത്താണ്. 3, അവൻ പ്രവർത്തിച്ച ഗലീല പട്ടണങ്ങളാണ്. 4, ക്രിസ്തുവിനെ ക്രൂശിച്ച ഗോൽഗോഥായാണ്. 5, അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത ഒലിവുമലയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ചരിത്രം വിശദീകരിക്കേണ്ടി വരുമ്പോൾ അവിടുന്ന് പിറന്നു വീണ ബേത്ലഹേമിനെ ഒഴിവാക്കാൻ സാധിക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ 5 സ്ഥലങ്ങൾ ക്രിസ്തു വരുന്നതിന് മുൻപും ക്രിസ്തു വന്നതിന് ശേഷവും ഈ സ്ഥലങ്ങൾക്കുണ്ടായ മാറ്റമാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ലോകരക്ഷകൻ ജനിക്കുന്നതിന് മുമ്പുള്ള ബേത്ലഹേമിന്റെ സ്ഥിതി എന്തായിരുന്നു? മീഖ 5:2, നീയോ ബേത്ലഹേം എബ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. സ്തോത്രം. യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായ ബേത്ലഹേം. യഹൂദയിൽ നിരവധി പട്ടണങ്ങളുണ്ടെങ്കിലും ഏറ്റവും ചെറുത് ബേത്ലഹേമായിരുന്നു. ഒരു പ്രശസ്തിയുമില്ലാത്ത, തീർത്തും അപ്രസക്തമായിരുന്ന ബേത്ലഹേം. മത്തായി 2 തുടങ്ങുന്ന ഇങ്ങനെയാണ്. ഹെരോദാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം, അങ്ങനെയെങ്കിൽ യേശു ജനിച്ച ശേഷമുള്ള സംഭവമാണ് അടുത്തത് പറയുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? ചെറിയ ബേത്ലഹേമിനുണ്ടായ മാറ്റം നോക്കൂ. മത്തായി 2:6 നോക്കൂ. യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. ഒരു കാലത്ത് ചെറുതായിരുന്ന ബേത്ലഹേം ഇതാ ഒട്ടും ചെറുതല്ലാതായി. ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. പ്രവാചകന്റെ കാലത്ത് ചെറുതായിരുന്ന ബേത്ലഹേം പ്രവചന നിവർത്തിയായ ക്രിസ്തുവിന്റെ കാലത്ത് ചെറുതല്ലാതായി. യഹൂദാ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്ന ബേത്ലഹേം, ഒരു പ്രസക്തിയുമില്ലാതിരുന്ന ബേത്ലഹേം, ആരും പരിഹരിക്കാതിരുന്ന ബേത്ലഹേം, മറ്റുള്ളവർ ഗൗനിക്കാതിരുന്ന ബേത്ലഹേം, ദൈവപുത്രൻ പിറന്നു വീണപ്പോൾ മുതൽ ചെറുതല്ലാതായി എന്ന് പറഞ്ഞാൽ വലുതായി. ഇതിന്റെ അർത്ഥം ആ ദേശത്തിന്റെ ഭൂവിസ്തൃതി വർദ്ധിച്ചെന്നല്ല. അവഗണിക്കപ്പെട്ടിരുന്ന ദേശം പരിഗണിക്കപ്പെടാൻ തുടങ്ങി. പ്രസക്തിയില്ലാതിരുന്ന ദേശത്തിന് മുഴു ലോകത്തും പ്രസക്തിയുണ്ടായി. ആരും ഗൗനിക്കാതിരുന്ന ദേശത്തെ എല്ലാവരും ഗൗനിക്കാൻ തുടങ്ങി. കുഞ്ഞെ, ഒരുപക്ഷെ താങ്കൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെടുന്നവനായിരിക്കാം, ആരാലും പരിഗണിക്കപ്പെടാത്ത വ്യക്തിയായിരിക്കാം, കുടുംബത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കാം, സഭയിൽ വിലയില്ലാത്തവനായിരിക്കാം. എന്നാൽ ക്രിസ്തു നിന്നിൽ ജനിച്ചാൽ സ്ഥിതി മാറും മക്കളെ. അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. അവഗണിച്ചു മാറ്റി നിർത്തിയവർ അഭിമാനത്തോടെ താങ്കളെ ചേർത്ത് നിർത്തും. ഒന്നും കഴിവില്ലാത്തവൻ, ഒന്നിനും പ്രാപ്തിയില്ലാത്തവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച സ്ഥാനത്ത് നിന്നെ വലിയവനാക്കാൻ ക്രിസ്തു ഉള്ളിൽ ജനിച്ചാൽ മതി. ആമേൻ. അഭിഷിക്തനെ, തങ്ങളുടെ സഭ ദേശത്ത് തീരെ ചെറുതായിരിക്കാം, എന്നാൽ സഭാജനങ്ങളിൽ ദൈവപുത്രൻ ജനിച്ചാൽ, ക്രിസ്തു സഭാജനങ്ങളിൽ ഉരുവായാൽ ചെറിയ സഭ വലുതാകും. വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ അഭിമാനത്തോടെ പറയും, ക്രിസ്തുവിനെ ജനിച്ചതാ സ്ഥിതി മാറാൻ കാരണമായത്. എന്റെ അവസ്ഥ മാറാൻ കാരണം ദൈവപുത്രൻ ഉള്ളത്തിൽ വന്നതാണ്. ഒരു കാര്യം ഓർക്കണം, ഈ ബേത്ലഹേമിൽ ജനിച്ചത് യേശു മാത്രമല്ല, ആയിരങ്ങൾ പിറന്നു വീണിട്ടുണ്ട്. ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായി ശൗൽ ജനിച്ചത് ഈ ബേത്ലഹേമിലാണ്. പക്ഷേ ശൗലിന്റെ ജനനം ബേത്ലഹേമിനെ വലുതാക്കിയില്ല. സ്തോത്രം. 2, മാതൃകാപുരുഷനായി ബോവസ് പിറന്നു വീണത് ബേത്ലഹേമിലാണ്. പക്ഷേ ബോവസിന്റെ ജനനം ബേത്ലഹേമിനെ വലുതാക്കിയില്ല, സ്ഥിതി മാറ്റിയില്ല.
3 ഇസ്രയേലിന്റെ മധുരഗായകനായ ദാവീദ് ജനിച്ചതും ബേത്ലഹേമില്ല. പക്ഷേ മഹാരാജാവായ ദാവീദിന്റെ ജനനവും ബേത്ലഹേമിന്റെ സ്ഥിതി മാറ്റിയില്ല. എന്നാൽ രാജാതിരാജാവായ യേശു ക്രിസ്തുവിന്റെ ജനനം ബേത്ലഹേമിന്റെ സ്ഥിതി മാറ്റി, അവഗണന മാറ്റി, അവസ്ഥയെ അപ്പാടെ മാറ്റിമറിച്ചു. എന്റെ മക്കളെ, നീ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, അല്പമെങ്കിലും വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നീ വലുതായിട്ടുണ്ടെങ്കിൽ, നിന്റെ കഴിവല്ല, പ്രാപ്തിയല്ല, കുടുംബ മഹിമയല്ല, വിദ്യാഭ്യാസമല്ല, ക്രിസ്തു നിന്നിൽ ജനിച്ചതാ സകല ഉയർച്ചയ്ക്കും കാരണം. അത് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയണം. മനുഷ്യ സഹോദര, പ്രിയമാതാവേ, കുഞ്ഞെ, പിതാവേ, ഇതുവരെയും ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിച്ചിട്ടില്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്ക്. ക്രിസ്തു നിന്നിൽ ഉരുവാകും. ദൈവപുത്രൻ കുഞ്ഞെ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സ്ഥിതി മാറുമെന്നേ, അവസ്ഥ മാറും, ദാരിദ്ര്യം മാറും, അസമാധാനം മാറും, അവഗണന മാറും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറും. പഴയത് കഴിഞ്ഞു പോകും, സകലവും പുതുതായിത്തീരും. അതെ, യേശുവിന്റെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാമത്തെ സ്ഥലം അവൻ പിറന്നു വീണ ബേത്ലഹേമാണ്. കർത്താവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ടാമത്തെ സ്ഥലം അവിടുന്ന് വളർന്ന നസ്രത്താണ്. അതും യാദർച്ഛികമല്ല കേട്ടോ, അരുളപ്പാടിന്റെ നിവൃത്തിയായിരുന്നു. മത്തായി 2:23. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തതാണ്. നമുക്കറിയാം, കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചത് 30-ാം വയസ്സിലാണല്ലോ. ആ 30 വർഷം യേശു ജീവിച്ച സ്ഥലം നസ്രത്താണ്. യേശു വളരുന്നതിന് മുമ്പ് നസ്രത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? യോഹന്നാൻ 1:45 മുതൽ 47 വരെ വായിക്കണം. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടിട്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞപ്പോ ന്യായപ്രമാണം അറിയാവുന്ന നഥനയേൽ കൊടുത്ത മറുപടി എന്താ? നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞാൽ ഒരു നന്മയും മുളയ്ക്കാത്ത സ്ഥലമായിരുന്നു നസ്രത്ത്. നസ്രത്ത് എന്ന് കേൾക്കുമ്പോൾ മനുഷ്യർ പുച്ഛത്തോടെ മുഖം ചുളിക്കുന്നു. എവിടെ നിന്ന് നന്മയുണ്ടായാലും നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അതേ മക്കളെ, യേശു വളരുന്നതിന് മുൻപ് നന്മ മുളയ്ക്കാത്ത സ്ഥലമായിരുന്നു. ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥലമായിരുന്നു. മനുഷ്യർ പുച്ഛത്തോടെ കണ്ടിരുന്ന സ്ഥലമായിരുന്നു. ന്യായാധിപന്മാരോ പ്രവാചകന്മാരോ പുരോഹിതന്മാരോ രാജാക്കന്മാരോ ജനിച്ചിട്ടില്ലാത്ത നസ്രത്ത്, ഒരു നന്മയും മുളയ്ക്കാൻ ഇടയില്ലാത്ത സ്ഥലം. എന്നാൽ ദൈവപുത്രൻ നസ്രത്തിൽ വളർന്നപ്പോൾ നസ്രായന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ! പഴയ നിയമ ചരിത്രത്തിൽ എന്റെ മക്കളെ ഒരിടത്ത് പോലും ഭൂതങ്ങൾ കീഴടങ്ങിയതായി കാണുന്നില്ല. ശൗലിന്റെ മേൽ വരുന്ന ദുരാത്മാവ് അഭിഷിക്തൻ കിന്നരം വായിക്കുമ്പോൾ തൽക്കാലത്തേക്ക് മാറി നിന്നത് ശരിയാ, പക്ഷേ ഒരിടത്തും ഭൂതം കീഴടങ്ങിയതായി കാണുന്നില്ല. പക്ഷേ ദൈവപുത്രൻ നസ്രത്തിൽ വളർന്നു കഴിഞ്ഞപ്പോൾ നസ്രായന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങാൻ തുടങ്ങി. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ കുരുടർ കാണാൻ തുടങ്ങി, കുഷ്ഠരോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി, പക്ഷപാതക്കാർ തുള്ളിച്ചാടാൻ തുടങ്ങി, പാപികൾ മാനസാന്തരപ്പെടാൻ തുടങ്ങി. അപ്പോസ്തലന്മാർ കടന്നുപോയ ഇടങ്ങളിലെല്ലാം നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടന്നു, അതിശയങ്ങൾ നടന്നു, വീര്യപ്രവൃത്തികൾ നടന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. പ്രിയരെ, എന്തിനേറെ പറയുന്നു, ക്രിസ്തുവിനെ പിൻപറ്റിയ ജനവിഭാഗത്തിന് ലോകം ഒരു പേര് നൽകി, നസ്രായ മതക്കാർ. നമ്മുടെ പൗലൂസിനെ പോലും വിളിക്കുന്നത് നസ്രായ മതത്തിന് മുമ്പൻ എന്ന. നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളെ നസ്രാണികൾ എന്ന് വിളിക്കുന്നത് പ്രിയപ്പെട്ടവർക്കറിയാമല്ലോ. നന്മ മുളയ്ക്കാൻ മടിച്ചിരുന്ന നസ്രത്തിൽ യേശു വളർന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതം നസ്രത്തിന്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ! നസ്രായന്റെ നാമത്തിൽ ലോകത്താകമാനം ഇന്നും അത്ഭുതങ്ങൾ നടക്കുകയാണ്. നസ്രായന്റെ പിന്നാലെ ജനകോടികൾ യാത്ര ചെയ്യുന്നു, അനുഗ്രഹം ഏറ്റുവാങ്ങുന്നു. എന്നെ കേൾക്കുന്ന ജീവിതമേ, ക്രിസ്തു നിന്നിൽ വളരാൻ അനുവദിക്കുമെങ്കിൽ നന്മ മുളയ്ക്കത്തില്ലെന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്തു നിന്നിലൂടെ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. ദൈവത്തിന് മഹത്വം. അഭിഷിക്തനെ, ക്രിസ്തു താങ്കളിൽ വളരാൻ അനുവദിക്കുന്നെങ്കിൽ നീ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും, നിന്റെ വാക്കിന് മുൻപിൽ ഭൂതങ്ങൾ ഓടിപ്പോകും, മഹാത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വചനത്തിന്റെ കേൾവി ശ്രോതാക്കളുള്ളിൽ ക്രിസ്തു വളരുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു വളർന്ന നസ്രത്തിന്റെ പ്രസക്തി അവിടെയും തീരുന്നില്ല. കാൽവറി മലയുടെ മുകളിലേക്ക് നോക്ക്. ക്രിസ്തുവിന്റെ ക്രൂശിന് മുകളിൽ ഒരു മേലെഴുത്ത് കാണുന്നില്ലേ? യഹൂദ, യവന, റോമൻ ഭാഷകളിൽ എഴുതിയിരിക്കുന്ന മേലെഴുത്ത്. എന്താ മേലെഴുത്ത്? യോഹന്നാൻ 19:19. നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. നന്മ മുളയ്ക്കത്തില്ലെന്ന് വിധിയെഴുതിയ നസ്രത്തിൽ യഹൂദന്മാരുടെ രാജാവ് വളർന്നു വന്നു. നഥനയേലെ, നീ ചോദിച്ചല്ലോ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോന്ന്. നോക്ക്, നസ്രത്തിൽ നിന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവൻ യഹൂദന്മാരുടെ രാജാവായി വളർന്നു വന്നു. അവൻ യഹൂദന്മാരുടെ മാത്രം രാജാവല്ല, സകല ദേവന്മാർക്കും മീതെ മഹാരാജാവു തന്നെ, പ്രപഞ്ച മഹാചക്രവർത്തിയായ ക്രിസ്തു. സ്തോത്രം. ഇനി പറയുന്ന കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. പീലാത്തോസിനോട് യഹൂദന്മാർ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അവൻ അനുവദിച്ചു കൊടുത്തു. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ യഹൂദന്മാർ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം പീലാത്തോസ് അനുവദിച്ചു കൊടുത്തായിട്ട് നാം വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ ആവശ്യം എന്തായിരുന്നു? യോഹന്നാൻ 19:15 മുതൽ 16.
യേശുവിനെ ക്രൂശിക്കണമെന്നുള്ളതായിരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പീലാത്തോസ് അവരുടെ ആവശ്യം അംഗീകരിച്ചു. ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് തിരുവെഴുത്ത് പറയുന്നത് നിറവേറേണ്ടത് ആവശ്യമാകിയാൽ കാര്യമൊന്നും അറിയത്തില്ലെങ്കിലും പീലാത്തോസ് അവരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു. ഇവരുടെ രണ്ടാമത്തെ ആവശ്യം എന്താ? യേശുവിന്റെ കാലിന്റെ മുട്ടൊടിച്ചെടുക്കണം. അതായിരുന്നു ആവശ്യം. യോഹന്നാൻ 19:31 മുതൽ 33 വരെ വായിക്കണം. ശബത്ത് തുടങ്ങാൻ പോവുകയാണ്. ആ സമയം മൃതദേഹങ്ങൾ ക്രൂശിലിരിക്കാൻ പാടില്ല. ക്രൂശിക്കപ്പെട്ടവർ വേഗത്തിൽ മരിക്കണമെങ്കിൽ അവരുടെ കാലിന്റെ മുട്ട് തല്ലി ഒടിച്ചാൽ മതി. അതിനുവേണ്ടിയാ കാലിന്റെ മുട്ട് തല്ലി തകർക്കുന്നത്. ഈ ആവശ്യവും പീലാത്തോസ് അംഗീകരിച്ചു. പക്ഷേ അവന്റെ അസ്ഥികളിൽ ഒന്നും ഒടിഞ്ഞു പോകത്തില്ലെന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയാകണമല്ലോ. അതുകൊണ്ട് മുട്ടു തല്ലി ഒടിക്കാൻ അടുത്തു ചെന്ന പടയാളി കാണുന്നത് മരിച്ചു കഴിഞ്ഞ ക്രിസ്തുവിനെയാണ്. ഉറപ്പുവരുത്തുവാൻ വേണ്ടി അവൻ വിലാപ്പുറം കുത്തിത്തുളച്ചെങ്കിലും അസ്ഥി ഒന്നും ഒടിയാൻ ദൈവം സമ്മതിച്ചില്ല. അവിടെയും ദൈവത്തിനെ കുറിച്ചുള്ള തിരുവെഴുത്ത് നിവർത്തിയാകുകയായിരുന്നു. എന്താ തിരുവെഴുത്ത്? അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുമെന്നുള്ള തിരുവെഴുത്ത് അവിടെ നിവർത്തിയാവുകയായിരുന്നു. സ്തോത്രം. ഒന്നാമത്തെ ക്രൂശിൽ കിടന്നവന്റെ മുട്ടുകാല് തല്ലി ഒടിച്ച പടയാളി നടുവിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ കാലാണ് രണ്ടാമത് തല്ലി ഒടിക്കേണ്ടത്. പക്ഷേ അവൻ യേശുവിനെ മറികടന്ന് മൂന്നാമത്തെ ക്രൂശിൽ കിടക്കുന്ന കുറ്റവാളിയുടെ അടുക്കൽ ചെന്നു അവന്റെ മുട്ടുകാല് തല്ലി ഒടിച്ചു. കുഞ്ഞെ, ശത്രു നിന്റെ അടുക്കൽ വരാഞ്ഞതുകൊണ്ടല്ല, വന്നിട്ടും നീ തകർന്നു പോകാഞ്ഞത് ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാ. സ്തോത്രം. നിന്റെ മുമ്പിൽ കൂടിയാ മരണദൂതൻ കടന്നുപോയത്. എന്നിട്ടും ശത്രു നിന്നെ തുടരാൻ എന്റെ ദൈവം സമ്മതിച്ചില്ല. കാരണം എന്തെന്നറിയാമോ? നിന്നെക്കുറിച്ച് സ്വർഗം മുന്നെഴുതിയിട്ടുള്ള പദ്ധതി ഉള്ളതുകൊണ്ടാണ്. യേശുവിനെക്കുറിച്ച് ജനത്തിന്റെ മൂന്നാമത്തെ ആവശ്യം എന്തായിരുന്നു? മത്തായി 27:62. യേശുവിനെ വെച്ച കല്ലറ ഉറപ്പാക്കണം, കല്ലറയ്ക്ക് കാവൽ നിൽക്കണം. ഈ ആവശ്യവും പീലാത്തോസ് അനുവദിച്ചു കൊടുത്തു. ദൈവത്തിന് മഹത്വം. എന്നാൽ ഇവർക്കറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ടായിരുന്നു. എത്ര വലിയ കല്ലുരുട്ടി വെച്ചാലും കല്ലറയ്ക്കുള്ളിലിരിക്കുന്നത് യുഗങ്ങളുടെ പാറയായ ദൈവപുത്രനാ. പ്രൈസ് ദി ലോർഡ്. അവന് തകർക്കാൻ കഴിയാത്ത ഒരു കല്ല് ഉലകത്തിലില്ല കേട്ടോ. കൈതൊടാതെ പറന്നു വന്ന് സാമ്രാജ്യങ്ങളെ തകർത്തെറിഞ്ഞ യുഗങ്ങളുടെ പാറയ്ക്ക് മുന്നിൽ ലോകം വലിയ കല്ല് ഉരുട്ടി വെച്ചതുകൊണ്ട് കാര്യം വല്ലതുമുണ്ടോ? 2, പുനരുത്ഥാനത്തെ തടയാൻ അവർ കല്ലിന് മുദ്ര വെച്ചു. ഇവർക്കറിയാൻ വയ്യാത്ത മറ്റൊരു കാര്യമുണ്ട്. പുറത്ത് റോമൻ ഗവൺമെന്റിന്റെ മുദ്ര വെച്ചെങ്കിൽ അകത്തിരിക്കുന്നത് തത്വത്തിന്റെ മുദ്രയായി ക്രിസ്തുവാണ്. എബ്രായർ 1:3. ഇംഗ്ലീഷിൽ ഡിക്സ്റ്റോസ് സ്റ്റാമ്പ് എന്നെഴുതിയിരിക്കുന്നു. ഡിക്സ്റ്റോസ് സ്റ്റാമ്പ്. ദൈവം എന്താകുന്നുവോ അത് തന്നെയാണ് ക്രിസ്തു. കല്ലറയ്ക്കകത്തിരിക്കുന്നത് ദൈവത്തിന്റെ മുദ്രയാണ്. ഹല്ലേലൂയ. ദൈവതത്വത്തിന്റെ മുദ്രയാണ്. ദൈവം എന്താണോ അത് തന്നെയാണ് അകത്തിരിക്കുന്നത്. കല്ലറയ്ക്ക് പുറത്തു വെച്ച മുദ്ര റോമൻ ഭരണാധികാരിയുടെ അടയാളമാണെങ്കിൽ കല്ലറയ്ക്കകത്തിരിക്കുന്നവൻ പ്രപഞ്ച സൃഷ്ടാവിന്റെ മുദ്രയാണ്. ദൈവത്തിന്റെ മഹത്വം. ലോകത്തിന്റെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് തത്വത്തിന്റെ മുദ്രയായ ക്രിസ്തു 3-ാം ദിവസം ശക്തിയോട് ഉയർത്തെഴുന്നേറ്റു. ആമേൻ. കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത് റോമൻ സൈന്യമാണെങ്കിൽ കല്ലറയ്ക്കുള്ളിലിരിക്കുന്നത് യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാ. ആമേൻ. യോശുവ അങ്ങനെയാ ക്രിസ്തുവിനെ കാണുന്നത്. താൻ ചോദിക്കുന്നു, നീ ആരുടെ പക്ഷക്കാരനാ? ഉത്തരം, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാണ്. പോരാ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ഓമന പുത്രന കല്ലറയ്ക്കുള്ളിലിരിക്കുന്നത്. സ്തോത്രം. സ്വർഗീയ സൈന്യത്തിന്റെ അധിപതിയെ തടയാൻ ലോകത്തിന്റെ സൈന്യത്തിന് കഴിയുമോ? ശമ്പളം പറ്റുന്ന കൂലിപ്പട്ടാളം കാവൽ നിന്നാൽ സൈന്യത്തിന്റെ അധിപതിയെ തടയാൻ കഴിയുമോ? ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. അതെ, പീലാത്തോസിനോട് ഈ ജനം ആവശ്യപ്പെട്ട 4ാമത്തെ കാര്യം ശ്രേഷ്ഠമന്ത്രിയായ അരിമത്തിലെ യോസഫാണ് ആവശ്യപ്പെട്ടത്. ഒപ്പം ന്യായപ്രമാണ ശാസ്ത്രിയായ നിക്കോദമോസുമുണ്ട്. അവരുടെ ആവശ്യം എന്തായിരുന്നു? യേശുവിന്റെ ശരീരം വിട്ടുകിട്ടണം. അതായിരുന്നു ആവശ്യം. യോഹന്നാൻ 19:38 മുതലുള്ള വാക്യങ്ങളിൽ ഇവരുടെ ആവശ്യം കാണാം. ഇതും പീലാത്തോസ് അംഗീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവപുത്രന്റെ ശരീരമെടുത്ത് പാറയിൽ വെച്ചിട്ടുള്ള പുതിയ കല്ലറയിൽ വെച്ചു. 39-ാം വാക്യം. യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടെ ശീല പൊതിഞ്ഞു കെട്ടി. എന്റെ കുഞ്ഞുങ്ങളെ, യഹൂദന്മാർ യേശുവിനോട് കാണിച്ചതെല്ലാം മര്യാദകേടാണ്. പക്ഷേ അടക്കത്തിൽ അവർ മര്യാദ കാണിച്ചു. സ്തോത്രം. അങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടെ ശീല പൊതിഞ്ഞു കെട്ടി. സ്തോത്രം. ഇന്നും അങ്ങനെയാ. മാതാപിതാക്കൾ ജീവനോടിരിക്കുമ്പോൾ മര്യാദ കാണിക്കാത്തവർ അടക്ക സമയത്ത് മര്യാദ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കുഞ്ഞെ, അപ്പനോടും അമ്മയോടും മര്യാദ കാണിക്കുന്നെങ്കിൽ അവർ ജീവനോടിരിക്കുമ്പോൾ കാണിക്കണം കേട്ടോ. അല്ലാതെ നീ കാണിക്കുന്ന മര്യാദ നോക്കിയിട്ട് ദൈവം പറയും, ഇതിന്റെ പേരാ മര്യാദകേട്. സ്തോത്രം.
അത്രമാത്രം പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. ശ്രദ്ധിക്കൂ, മഹാപുരോഹിതന്മാർ യേശുവിനോട് കാണിച്ചതെല്ലാം മര്യാദകേടാണ്. പടയാളികൾ യേശുവിനോട് കാണിച്ചതെല്ലാം മര്യാദകേടാണ്. അവനിൽ നിന്നും നന്മ അനുഭവിച്ചവർ പോലും കാണിച്ചത് മര്യാദകേടാണ്. എന്നാൽ കാൽവറി മലയുടെ മുകളിലേക്ക് ചിലർ നടന്നു വരുന്നു. ദൈവത്തിനോട് മര്യാദ കാണിക്കാൻ 100 റാത്തൽ സുഗന്ധവർഗം അവരുടെ കയ്യിലുണ്ട്. ഈ 100 റാത്തൽ സുഗന്ധവർഗം എന്ന് പറയുമ്പോൾ 2 പേർക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. അത് എടുത്തുകൊണ്ട് മല കയറണമെങ്കിൽ പലര് വേണം. ദൈവത്തിന് സ്തോത്രം. പല സഞ്ചികളിലാക്കി സുഗന്ധവർഗം ചുമന്നുകൊണ്ട് മറ്റു ചിലരും ഇവരോടൊപ്പം അരിമത്തിയിലെ യോസേഫിനോടും നിക്കോദമോസിനോടൊപ്പം മല കയറുന്നുണ്ട്. എന്തിനാ? ദൈവത്തിനോട് മര്യാദ കാണിക്കാൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവവേദനേ, ലോകത്തിലാരും ഇതുവരെ നിന്നോട് മര്യാദ കാണിച്ചില്ലെങ്കിലും വിശ്വസിക്ക്, ശ്രേഷ്ഠന്മാർ നിന്നോട് മര്യാദ കാണിക്കുന്ന സമയം വരുന്നു. നിന്റെ തലമുറയോട് ശ്രേഷ്ഠന്മാർ മര്യാദ കാണിക്കുന്ന സമയം വരുന്നു. നിന്റെ ശുശ്രൂഷയോട് ലോകം മര്യാദ കാണിക്കുന്ന സമയം വരുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്ദിച്ചവർ കാണുക, അപമാനിച്ചവർ കാണുക, ഉപദ്രവിച്ചവർ കാണുക, ശ്രേഷ്ഠന്മാർ നിന്നോട് മര്യാദ കാണിക്കുന്ന സമയം വരും. വിശ്വസിക്കാൻ കഴിയുമോ? പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. ശ്രദ്ധിക്കൂ, ജനം ആവശ്യപ്പെട്ടതെല്ലാം സാധിച്ചു കൊടുത്ത പീലാത്തോസ് ഇവരുടെ ഒരാവശ്യം പക്ഷെ സാധിച്ചു കൊടുത്തില്ല. എന്താണ്? ക്രിസ്തുവിന്റെ ക്രൂശിൽ തറച്ച മേലെടുത്ത് മായ്ക്കണമെന്നുള്ള ആവശ്യം പീലാത്തോസ് സാധിച്ചു കൊടുത്തില്ല. താൻ പറഞ്ഞു, യോഹന്നാൻ 19:19, ഞാൻ എഴുതിയത് എഴുതി, ഇനി മായ്ക്കത്തില്ല. ഞാൻ എഴുതിയത് എഴുതി. കുഞ്ഞേ, നാടുവാഴിയായി പീലാത്തോസ് എഴുതിയ മേലെഴുത്തും മായ്ക്കത്തില്ലെങ്കിൽ സർവശക്തനായ ദൈവം നിന്നെക്കുറിച്ച് എഴുതിയ മേലെഴുത്ത് മായ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ തലമുറയെക്കുറിച്ച് ദൈവം എഴുതി വെച്ച മേലെഴുത്ത് മായ്ച്ചു കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആരൊക്കെ ശ്രമിച്ചാലും നടക്കത്തില്ല. ദൈവം എഴുതിയ മേലെഴുത്ത് മായത്തില്ല. ദൈവത്തിന് മഹത്വം. ഈ നാളുകളിൽ തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിറവേറേണ്ടതിനായി ദൈവം എഴുതിയ മേലെഴുത്ത് മായ്ക്കാൻ ശ്രമിക്കുന്ന പോരുകൾ വചനത്തിന്റെ വെട്ടേറ്റു വീഴുകയാണ്. യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവിനോട് ബന്ധപ്പെട്ട് പലസ്തീനിലെ 5 പ്രദേശങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിച്ചത്. ഇന്ന് സമയം കഴിയുകയാണല്ലോ. ആ കർത്താവ് ജനിച്ച ബത്ലഹേമിന് ഉണ്ടായ മാറ്റം മുമ്പ് എങ്ങനെയായിരുന്നു? ക്രിസ്തുവിന്റെ ജനനത്തിനു ശേഷം ബേത്ലഹേമിന് എന്ത് മാറ്റം വന്നു? നസറത്ത് മുമ്പിൽ എങ്ങനെയായിരുന്നു? ക്രിസ്തു വളർന്ന ശേഷം നസറത്തിനുണ്ടായ മാറ്റം എന്താണ്? ഇത് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇനി ബാക്കി 3 സ്ഥലങ്ങളുടെ പ്രത്യേകത ആമേൻ ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് അത് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മിൽ ജനിച്ചാൽ സ്ഥിതി മാറും. ഇന്നലകളിൽ നീ ചെറുതായിരുന്നിരിക്കാം, ആർക്കും വേണ്ടാത്തവനായിരിക്കാം, ആരാലും പരിഗണിക്കപ്പെടാത്ത വ്യക്തിയായിരിക്കാം. എന്നാൽ ഈ പുലരിയിൽ കർത്താവായ യേശുക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിക്കട്ടെ. യേശു നിന്റെ ഉള്ളിൽ ഉരുവാകട്ടെ. കർത്താവിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. നിന്റെ അവസ്ഥയാകപ്പാടെ അകത്തു വരുന്ന കർത്താവ് മാറ്റിമറിക്കും. മക്കളെ, യഹൂദാ സഹസ്രങ്ങൾ ഏറ്റവും ചെറുതായിരുന്ന ബേത്ലഹേം യഹൂദാ സഹസ്രങ്ങളിൽ ഒട്ടും ചെറുതല്ലാതായി. അതെ, യേശു ജനിച്ചതിന്റെ വ്യത്യാസം. സ്തോത്രം. നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ച സ്ഥാനത്ത് ഒരു നന്മയും മുളയ്ക്കത്തില്ലെന്ന് ലോകം വിധി എഴുതിയ നസറത്തിൽ ദൈവപുത്രനായ യേശു വളർന്നപ്പോൾ ഹല്ലേലൂയ, ആ നസറത്തിലുണ്ടായ മാറ്റങ്ങൾ നാം ചിന്തിക്കാനിടയായി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ കേൾവി എന്റെ ശ്രോതാക്കളുടെ മനസ്സിൽ ഒരു നല്ല തീരുമാനമെടുക്കാൻ കാരണമായി തീരട്ടെ. നമുക്ക് പറയാം, ഇന്ന് പുലരി മുതൽ, ഈ നിമിഷം മുതൽ എന്നിൽ യേശു ഉണ്ടായിരിക്കും. ലോകരക്ഷകനായ കർത്താവ് എന്നിലുണ്ടായിരിക്കും. ക്രിസ്തു എന്നിൽ ജനിക്കും. ഇതുവരെ രക്ഷയുടെ അനുഭവം പ്രാപിച്ചിട്ടില്ലേ? ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലേ? ഇപ്പോഴൊരു വാക്കിൽ കർത്താവിനെ സ്വീകരിക്കും മക്കളെ. ആ നിമിഷം ക്രിസ്തു നിന്നിൽ ഉരുവാകും. സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ക്രിസ്തു മക്കളെ നിന്നിൽ ഉരുവായാൽ പോരാ, നിന്നിൽ ജനിച്ചാൽ പോരാ. നസറത്തിൽ യേശു വളർന്നതുപോലെ നിന്റെ ഉള്ളിൽ യേശു വളരണം. യേശു നിന്റെ ഉള്ളിൽ വളരുമ്പോൾ, യേശു നിന്റെ ഉള്ളിൽ വളർന്നാൽ നിന്റെ സ്ഥിതി മാറും മക്കളെ. ഒരു നന്മയും മുളയ്ക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് എല്ലാ നന്മയും നിന്റെ ജീവിതത്തിലുണ്ടാകും, നിന്റെ കുടുംബത്തിലുണ്ടാകും, നിന്റെ മിനിസ്ട്രിയിലുണ്ടാകും. ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം അനുവദിച്ചാൽ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് അടുത്ത ദിവസവും ഒരുമിച്ച് കൂടാമല്ലോ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ അവസരം നൽകിയ മഹാദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിയിൽ നിന്നും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കണേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്
മറുപടി നൽകി നിങ്ങളെ മാനിക്കും. നമ്പർ ഇതാണ് 9072141834.